ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. നാളെ വിഷു ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു. കുറേ അധികം സംഭവ വികാസങ്ങൾ നടന്ന ഒരു എപ്പിസോഡ്. സായിക്കും അഭിഷേക് ശ്രീകുമാറിനും പണിഷ്മെന്റ്, നോമിനേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആവാത്തൊരു എപ്പിസോഡ്, ജാൻമോണിയുടെ ശാപം വീണ്ടും. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ കടന്നുപോയ ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതിലാദ്യം നമുക്ക് എടുത്തു പറയാനുള്ളത്, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവ വികാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നപാടെ തന്നെ ഒരു യെല്ലോ കാർഡ് എടുത്ത് കാണിക്കുകയാണ്. ബിഗ് ബോസിന്റെ ആ ഒരു ഐക്കണുള്ള യെല്ലോ കാർഡ് എല്ലാവരെയും കാണിച്ചുകൊണ്ട്, ഇന്ന് ഇത് യെല്ലോ കാർഡ് ആണെങ്കിൽ നാളെ റെഡ് കാർഡ് ആവുകയാണെങ്കിൽ ഇതാരെയാണോ ഞാൻ കാണിക്കുന്നത് അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. ഇനി ഈ കാർഡ് ആർക്കുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുന്നു ഹൗസ് മെമ്പേഴ്സിനോട്. അപ്പോൾ അവർ പറയുന്നു, അവരെല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. ആർക്കും മനസ്സിലായില്ല ഇത് ആർക്കുള്ളതാണ്, സായിക്കുള്ളതാണോ അഭിഷേകിനുള്ളതാണോ ജാൻമണിക്കുള്ളതാണോ എന്ന് ഹൗസിലുള്ള ആർക്കും മനസ്സിലായില്ല. ലാസ്റ്റ് ലാലേട്ടൻ തന്നെ പേര് വിളിച്ചു, അഭിഷേക് ശ്രീകുമാർ. കാരണം പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ മോശമായിട്ട് അധിക്ഷേപിച്ചു എന്ന തെറ്റാണ് അഭിഷേക് ശ്രീകുമാർ ചെയ്തിരിക്കുന്നത്. അതിന് അഭിഷേകിനെതിരെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വന്നു. സോ അതിൻ്റെ ബേസിൽ അഭിഷേകിന് യെല്ലോ കാർഡിന് കിട്ടിയിരിക്കുകയാണ്. ഇനിയും അതുപോലത്തെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അഭിഷേകിന് ഷോയിൽ നിന്ന് ഡെഫിനറ്റ്ലി അവർ പുറത്താക്കും. അപ്പോൾ അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്നോണം ലാലേട്ടൻ യെല്ലോ കാർഡ് കാണിച്ചു. അതിനുശേഷം അഭിഷേകിന് പണിഷ്മെൻറ്റും കൊടുത്തു. അടുത്ത 2 ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ അഭിഷേകിൻ്റെ പേരുണ്ടാവും. ഡയറക്റ്റ് നോമിനേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു പണിഷ്മെൻ്റാണ് അഭിഷേകിന് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുറത്തെ വിവരങ്ങൾ ഹൗസിനുള്ളിൽ വന്ന് അറിയിച്ചു എന്ന പേരിൽ സായിക്കും പണിഷ്മെൻറ്റ് കിട്ടി. സായിയുടെ പണിഷ്മെൻറ്റ് പക്ഷേ എല്ലാവരും സഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം അവരുടെ ലക്ഷറി പോയിന്റിൽ നിന്നും 1000 പോയിൻ്റാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കൂടി ഉള്ളൊരു പണിഷ്മെൻ്റായിട്ട് മാറി. അങ്ങനെ സായിക്കും പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ തന്നെ ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു സായിക്ക്, ഇനി ആവർത്തിച്ചാൽ ഷോയിൽ നിന്ന് പുറത്താക്കുമെന്ന്. പിന്നെ പവർ ടീമിനെ കുറിച്ചുള്ളൊരു അനലൈസിങ് ആയിരുന്നു. അതിന് ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്രാവശ്യത്തെ പവർ ടീം നല്ലതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നോറയാണ് ശക്തമായിട്ട് എതിർത്ത് സംസാരിച്ചത്. പവർ ടീം അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു. കാരണം പല കാര്യങ്ങളും ഇവർ അടിച്ച് ഏൽപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്തു എന്നൊക്കെ നോറയും പറഞ്ഞു, സിബിനും പറഞ്ഞു. ബാക്കി ജാൻമണിയൊക്കെ ഒരു കാര്യം മാത്രമാണ് ജാൻമണിക്ക് ഒരു തെറ്റായിട്ട് ഫീൽ ചെയ്തത്. കാരണം അവർക്ക് പേഴ്സണൽ ടൈം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഈ ജാൻമണി ഇതുപോലൊരു ഹൗസിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തൊരു വ്യക്തിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒറ്റയ്ക്ക് ഒരിടത്ത് കൊണ്ട് ഇടുക, ഒരു റൂമിനകത്ത് അടച്ചിടുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിടുക, അതാണ് അവർക്ക് പറ്റുന്നത്. അല്ലാണ്ട് ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ നിന്ന് ഒരു ഷോ ചെയ്യുക അല്ലെങ്കിൽ അത്തരം കൂട്ടായ്മകളിൽ ജീവിക്കുക, അതൊന്നും അവർക്ക് പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം നടക്കണം. അത് എല്ലായിടത്തും ഒരുപോലെ പോകുന്നൊരു കാര്യമല്ല. സോ ജാൻമണി ആ ഒരു കാര്യം പറഞ്ഞിട്ട് പവർ ടീമിൻ്റെ സൈഡ് നെഗറ്റീവ് പറഞ്ഞു, ബാക്കി എല്ലാവർക്കും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനുശേഷം അൻസിബയോട് ചോദിച്ചു, എന്താ അൻസിബ, പവർ ടീം പറഞ്ഞാൽ കേൾക്കില്ലേ? അൻസിബ അപ്സരയെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. അപ്സര കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൈ കൊട്ടിയിട്ട് പോയി പണിയെടുക്കുക എന്ന് പറഞ്ഞ ആ ഒരു ആക്ട് അൻസിബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ട് പവർ ടീം പറഞ്ഞതും കംപ്ലീറ്റ് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളും അൻസിബ കേൾക്കാൻ തയ്യാറായില്ല. അതിന് ലാലേട്ടൻ ചെയ്യാതിരിക്കലല്ല, ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബയോട് കാര്യം സംസാരിച്ചു. സിബിൻ പവർ ടീമിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചു. അതിൽ അപ്സരയാണ് കൂടുതലും വിമർശിച്ചത്. കാരണം അപ്സര ഒരു ഹൈറാർക്കി ലെവലിൽ പെരുമാറി എന്ന രീതിക്കാണ് സിബിൻ സംസാരിച്ചത്. പറയേണ്ട കാര്യങ്ങൾ ഓർഡർ ഇട്ട് സംസാരിച്ചു. അതിന് പകരം പ്ലീസ് ചെയ്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ, കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പവർ ടീം വളരെ മികച്ചതായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായമാണ് സിബിൻ സംസാരിച്ചത്. അതുപോലെ ശ്രീരേഖയും പവർ ടീമിനെ ഒപ്പോസ് ചെയ്തു. ജാൻമോണി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ ടൈം കിട്ടിയില്ല, അതിന് മുൻപ് തന്നെ ഇവർ വിളിച്ചുകൊണ്ട് പോകും, അസംബ്ലി ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ജാൻമോണി സംസാരിച്ചു. ദെൻ സായിയോട് ലാലേട്ടൻ പുറത്തെ ഗെയിമാണോ അകത്ത് വന്നപ്പം ഫീൽ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സായി പറഞ്ഞു, അല്ല, പുറത്തെ പോലെ അല്ല, അകത്ത് വന്നപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ല, കളികൾ മാറ്റി കളിച്ചാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ലാലേട്ടൻ്റെ ചോദ്യം ചോദിച്ചു, എല്ലാ ക്യാമറകളും കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ സായി പറഞ്ഞു, ഓൾമോസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു. ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ കണ്ടുപിടിക്കാത്ത ക്യാമറ, നിങ്ങൾ കണ്ടുപിടിച്ച പല ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ പോയിട്ട് കംപ്ലൈൻറ്റ് പറയുന്ന പല ക്യാമറകളും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ, ഞങ്ങൾ ക്യാമറകൾ മാറ്റിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ സായിയെ ഒന്ന് ട്രോളി വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട്
വൈൽഡ് കാർഡ്സിനുള്ള റാങ്കിങ് ആയിരുന്നു. അതിന് സിബിൻ ആണ് ആദ്യം വന്നത്. സിബിന് ഓരോരുത്തരും ഓരോ റാങ്ക് കൊടുത്തു. ജിൻഡോ ഫസ്റ്റ് റാങ്ക് കൊടുത്തു, ജാൻമണി ഫസ്റ്റ് റാങ്ക് കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും ഓരോ റാങ്ക് ആയിട്ട് കൊടുത്തു. അതിൽ ജാസ്മിൻ സിബിനെ ഒന്ന് ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. സിബിൻ നിലപാടില്ലാത്ത വ്യക്തിയാണ്, മാനിപ്പുലേഷൻ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അതിന് സിബിൻ മറുപടി കൊടുത്തു. ഇങ്ങനെ വന്ന ഓരോ വ്യക്തികളും അവര് ഓരോ റാങ്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അവസാനം അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി അവർ തിരിച്ചു കൊടുത്തു. രണ്ടാമത് നന്ദനയായിരുന്നു. നന്ദന തുടിക്കുന്ന ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അഭിഷേക് ജയദീപ് ആയിരുന്നു. പറഞ്ഞ കമന്റ്സ് എല്ലാം അഭിഷേക് അക്സെപ്റ്റ് ചെയ്തു. വീണ്ടും മുന്നോട്ട് എൻ്റെ കളികൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള ലെവലാണ് സംസാരിച്ചത്. ദെൻ സായി ആയിരുന്നു. ഈ ഹൗസിലെ അംഗങ്ങളുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണ് എന്ന് സായി പറഞ്ഞു. ഞാൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് സായി പറയുന്നുണ്ട്. അപ്പം ഞാനിവിടെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. അപ്പോൾ സായിയെക്കുറിച്ച് തന്നെ ഒരു ധാരണ ഉണ്ട്. അങ്ങനെയാണ് സായി സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിഷേക് ശ്രീകുമാറാണ് വന്നത്. അഭിഷേക് ശ്രീകുമാർ വന്ന സമയത്ത് ആളുകളുടെ അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് വളരെ റൂഡായിട്ടൊരു പേഴ്സൺ ആയിരിക്കും അഭിഷേക് എന്നൊക്കെ ഉള്ള ലെവലിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഭിഷേക് ഒരു നല്ല വ്യക്തിയാണ് എന്നൊക്കെ ഹൗസ് മേറ്റ്സ് മനസ്സിലാക്കി എന്ന രീതിക്കാണ് അവർ സംസാരിച്ചത്. സോ അതിന് അഭിഷേക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പൂജ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തു. അപ്പോൾ പൂജ തിരിച്ചു കൊടുത്ത കമന്റ് എന്ന് പറയുന്നത്, പൂജയെക്കുറിച്ച് ഹൗസ് മേറ്റ്സ് പറഞ്ഞ കമന്റ് എന്ന് പറയുന്നത് പൂജ എല്ലാവരെയും അരച്ച് കലക്കി കുടിച്ച് വന്നിരിക്കുന്ന ഒരാളാണ് എന്നാണ് പൂജയെക്കുറിച്ച് എല്ലാവരും കമന്റ് ചെയ്തത്. അപ്പോൾ തിരിച്ച് പൂജ കൊടുത്ത കമന്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ നിങ്ങളെയാണോ അതോ നിങ്ങൾ എന്നെയാണോ അരച്ച് കലക്കി കുടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തായാലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പൂജ ഒരു കമന്റ് പറഞ്ഞു. ആ ഒരു ടാസ്ക് അവിടെ അവസാനിച്ചു. അപ്പോൾ അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് പൂജയായിരുന്നു, സെക്കൻഡ് റാങ്ക് സിബിൻ, തേർഡ് സായിക്ക്, ഫോർത്ത് അഭിഷേക് ജയദീപിന്, ഫിഫ്ത്ത് അഭിഷേക് ശ്രീകുമാർ, സിക്സ്ത് നന്ദനയ്ക്കായിരുന്നു. അപ്പോൾ ഇതിൽ നന്ദന ശരിക്കും ആ കുട്ടി അങ്ങനെയാണെന്നാണ് പറയുന്നത്. സംസാരം ചില സമയങ്ങളിൽ ഭയങ്കര ഓവർ സ്മാർട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ കിരീടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നന്ദനയും കൊടുത്തത് കയറ് കൊണ്ടുള്ള കിരീടമായിരുന്നു. ഞാൻ ഈ കയറ് കൊണ്ട് എല്ലാവരും ചുറ്റി വരിയാൻ പോവുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊരു കാര്യം വാക്കുകളിലൂടെ അല്ല കാണിക്കേണ്ടത്, പ്രവർത്തികളിലൂടെയാണ്. പക്ഷേ ഈ കുട്ടി വാക്കുകളിലൂടെ സംസാരത്തിലൂടെ മാത്രമാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെയും ശരിക്കും നന്ദന ഗെയിം കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ദിവസം ജാസ്മിനോട് വഴക്കുണ്ടാക്കി അങ്ങനെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിന്നു. ഇതുവരെ നന്ദനെ പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എപ്പോഴും ആരുടെയെങ്കിലും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്ന ഒരാളാണോ എന്ന് ഇപ്പോഴും നന്ദനെക്കുറിച്ച് മനസ്സിലാക്കാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാവ് കൺട്രോൾ ചെയ്യുക, ഓവർ സ്മാർട്ട്നെസ് കാണിക്കാതിരിക്കുക, സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കുക. ഇത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഭയങ്കര ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് പേഴ്സണലി വന്നു. പിന്നെ വന്നത് മെഡിസിൻസിന്റെ ഒരു സീനാണ്. അതായത് ഓരോ വ്യക്തിത്വങ്ങളെ അനുസരിച്ച് മെഡിസിൻസ് കൊടുക്കുക. അത് ആദ്യം വന്നത് അവിടെയും സിബിനാണ് ആദ്യം വന്നത്. സിബിൻ ജാസ്മിനാണ് മെഡിസിൻ കൊടുത്തത്, ഇറസ്പോൺസിബിൾ പേഴ്സൺ എന്ന ലെവലിൽ. കഴിഞ്ഞ ഒരാഴ്ചത്തെ ജാസ്മിൻ്റെ ക്യാപ്റ്റൻസി വെച്ചിട്ടാണ് സിബിൻ അത് കൊടുത്തത്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ജാസ്മിൻ്റെ ക്യാപ്റ്റൻസിയിൽ ജാസ്മിന് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ജാസ്മിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ജാസ്മിൻ്റെ മറ്റ് ഗെയിം സ്ട്രാറ്റജി കാര്യങ്ങൾ ലൗഡ് ട്രാക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് ജാസ്മിൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ ആസ് എ ഗുഡ് ക്യാപ്റ്റൻ ആയിരുന്നു. ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ജാസ്മിന് പേഴ്സണലി വന്നിട്ടുള്ള കാര്യങ്ങൾ പോലും ജാസ്മിൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജാസ്മിൻ കഴിഞ്ഞ ക്യാപ്റ്റൻസിയിൽ മനുഷ്യത്വപരമായിട്ട് ഒരു വ്യക്തിയോട് പെരുമാറി, ജിൻഡോയോട്. കാരണം ജിൻഡോയെക്കുറിച്ച് വളരെ ശക്തമായ ഒരു അലിഗേഷൻ അഭിഷേക് ജയദീപ് ഉന്നയിച്ചപ്പോൾ ജാസ്മിന് വേണമെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റാമായിരുന്നു. പക്ഷെ ജാസ്മിൻ അത് മനുഷ്യത്വപരമായിട്ട് ജിൻഡോയുടെ ഭാഗം അല്ലെങ്കിൽ അഭിഷേക് ജിൻഡോയുമായിട്ടുള്ള ആ ഇഷ്യൂ അവിടെ സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ളൊരു വഴി ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരു വലിയ കാര്യം ജാസ്മിൻ ചെയ്തു. അതൊരു പക്ഷേ ഗബ്രിയോ അല്ലെങ്കിൽ ഈ നോറയോ അല്ലെങ്കിൽ മറ്റാരും ആരെങ്കിലും, ഇവൻ ജിൻഡോ ആണെങ്കിൽ പോലും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ജാസ്മിൻ അത് നയപരമായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ ഒരിക്കലും ജാസ്മിൻ്റെ ക്യാപ്റ്റൻസി നമുക്ക് മോശമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. സോ സിബിന് പക്ഷേ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് കണ്ട് ശ്രീതു സിബിന് കൊടുത്തു മാനിപ്പുലേഷൻ. വളരെ കറക്റ്റാണ്. കാരണം ഒരു വിഷയത്തെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ സിബിനെ കഴിഞ്ഞിട്ട് വേറൊരാളുള്ളൂ. ആ രണ്ടുപേർക്കിടയിൽ ഇപ്പോൾ രണ്ട് മുട്ടനാടുകളെ തമ്മിലടിച്ചിട്ട് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന കുറുനരിയായിട്ടാണ് സിബിൻ ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. അതൊരു നല്ല ഗെയിമറുടെ ലക്ഷണം തന്നെയാണ്. കാരണം ഒരുമിച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ തമ്മിലടിപ്പിച്ച് സെപ്പറേറ്റ് ആക്കുക, എന്നിട്ട് അവരെ തമ്മിലടിപ്പിക്കുക. ഇതാണ് സിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശ്രീതു കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. അൻസിബ ഗബ്രിക്ക് കൊടുത്തു മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട്. അതും ഒരു പരിധിവരെ കറക്റ്റാണ്. കാരണം ഗബ്രിയെ സംബന്ധിച്ച് ഗബ്രിക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഗബ്രി ഇപ്പോഴും ജാസ്മിൻ്റെ അണ്ടറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗബ്രിക്ക് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളല്ലാതെ മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഞാനെന്തോ വലിയ സംഭവമാണെന്ന് ഗബ്രിക്കും ഒരു ചിന്തയുണ്ട്. പിന്നെ പല കാര്യങ്ങളും വളച്ചൊടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ശീലം ഗബ്രിക്കുണ്ട്. സോ അൻസിബയുടെ വീക്ഷണം അവിടെ കറക്റ്റാണ്.
അത് കണ്ട് ശ്രീരേഖയും ഗബ്രിക്കാണ് കൊടുത്തത് മാനിപ്പുലേഷൻ. ദെൻ ജാസ്മിൻ സിബിന് കൊടുത്തു. നേരത്തെ സിബിൻ ജാസ്മിന് കൊടുത്തു, ഇവിടെ ജാസ്മിൻ സിബിന് കൊടുത്തു. മാനിപ്പുലേഷൻ തന്നെയാണ് അത്. ആക്ച്വലി ഇന്ന് ജാസ്മിനും സിബിനും തമ്മിൽ ഒരു വലിയ ഇഷ്യൂ നടന്നു. ജാസ്മിൻ കരഞ്ഞ് കൺഫെഷൻ റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ അതിൽ സിബിൻ ജാസ്മിനെ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ബേസിലായിരിക്കാം ഈ പറയുന്ന ജാസ്മിൻ സിബിന് മെഡിസിൻ കൊടുത്തത്. അത് കണ്ട് ഋഷി അപ്സരയ്ക്ക് കൊടുത്തു, അതും മാനിപ്പുലേഷൻ തന്നെയാണ്. ജിൻഡോ അർജുൻ കൊടുത്തു വഞ്ചന എന്ന് പറഞ്ഞിട്ട്. അർജുൻ ജിൻഡോനെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഹൗസിലുള്ള മറ്റു പലരെയും വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ട്. അഭിഷേക് ജയദേവ് സിബിന് കൊടുത്തു മാനിപ്പുലേഷൻ. ഓഫ് കോഴ്സ് അഭിഷേക് ശ്രീകുമാർ ഗബ്രിക്ക് കൊടുത്തു ഡിപ്പെൻഡൻസി. കറക്റ്റാണ്. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ കൂടെ തന്നെയാണ് ഗബ്രി ഇപ്പോഴും. ഈ ക്യാപ്റ്റൻസി ജാസ്മിന്റെ കയ്യിലാണെങ്കിൽ പോലും, ഗബ്രി പവർ റൂമിലാണെങ്കിൽ പോലും, ഇവരെ രണ്ടുപേരും രണ്ടിടത്താണ് ഉറക്കമെങ്കിൽ പോലും മിക്കവാറും സമയങ്ങളിലും ഇവർ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ചില സമയങ്ങളിൽ മാത്രം ഞങ്ങൾ ഒരുമിച്ചല്ലേ എന്ന് കാണിക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന ഒരു ഫീൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ പൂജ ജാസ്മിന് കൊടുത്തു ഡിസോണസ്റ്റി. അതായത് ഗബ്രിയോട് ജാസ്മിൻ ഡിസോണസ്റ്റ് ആയിട്ട് പെരുമാറി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും നാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് മുത്തം കൊടുത്ത് നടന്നിട്ട് ഇപ്പൊ മാറി നടക്കുന്നത് കൊണ്ടായിരിക്കാം പൂജ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തത്. ജാൻമണി അർജുന് കൊടുത്തു ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ശരണ്യ ഗബ്രിക്ക് കൊടുത്തു ഡിപ്പെൻഡൻസി. അപ്സര ഋഷിക്ക് കൊടുത്തു ഡിപ്പെൻഡൻസി. അത് അൻസിബിയമായിട്ടുള്ള ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് കളിക്കുന്നതുകൊണ്ടായിരിക്കാം. അർജുൻ ഗബ്രിക്ക് കൊടുത്തു ഡിപ്പെൻഡൻസി. നോറ ജാൻമണിക്ക് കൊടുത്തു വഞ്ചന എന്ന് പറഞ്ഞിട്ട്. സായി ജാസ്മിന് കൊടുത്തു ഡിപ്പെൻഡൻസി. നന്ദന ഗബ്രിക്ക് കൊടുത്തു ഡിപ്പെൻഡൻസി. റസ്മിൻ സായിക്ക് കൊടുത്തു മാനിപ്പുലേഷൻ. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ഗെയിം, അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ കൊടുക്കുന്ന ആ ഒരു ഗെയിം പോയത്. ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ജാൻമണിക്ക് ഒരിക്കലും ടാസ്കാർ എടുക്കാൻ അറിയില്ല. അവരെപ്പോഴും അതിനെ പേഴ്സണൽ ആയിട്ടാണ് എടുക്കുന്നത്. നോറ ജാൻമണിയുടെ പേര് പറഞ്ഞു വഞ്ചന എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് ജാൻമണി ട്രിഗറായിട്ട് നോറയുടെ ലൈഫ് സ്പോയിൽ ചെയ്യും, ഞാനവളെ വെച്ചേക്കില്ല, വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അത് വൻ ഇഷ്യൂ ആയിട്ടുണ്ട്. ഇന്ന് എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെ നാളത്തെ എവിക്ഷനിൽ എന്തും സംഭവിക്കാം. ആരാ പോകുന്നതെന്നും നമുക്കറിയത്തില്ല. സോ അത് നാളെ അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ആ പറയുന്ന ഗെയിം കഴിഞ്ഞു പോയത്. നോമിനേഷൻ വന്നപ്പോഴേക്കും നോമിനേഷനിൽ ആദ്യം അഭിഷേക് ശ്രീകുമാർ സേഫ് ആണെന്ന് പറഞ്ഞു, ശ്രീരേഖ സേഫ് ആണെന്ന് പറഞ്ഞു. ദെൻ ശ്രീതു ജിൻഡോ ഉണ്ടായിരുന്നു, ജാൻമണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് വന്നപ്പോൾ ജിൻഡോട് ചോദിച്ചു, നിങ്ങൾ ആർക്ക് സേഫ് ആവണം? ജിൻഡോ കൈപൊക്കി, എനിക്കാവണം. അതെന്താ ശ്രീധുവിന് വേണ്ടി ഒന്ന് മാറി കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പം, സർ ഞാൻ ജിൻഡോ പിന്നെ സ്ഥിരം ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഒരു സെന്റിമെന്റൽ ട്രാക്ക്, അതെടുത്തിട്ടുണ്ടായിരുന്നു. സർ ഞാൻ ഇങ്ങനെ പുറത്ത് പോയി എനിക്ക് പണിഷ്മെന്റ് ഒക്കെ തന്നിട്ട് ഞാൻ തിരിച്ചു വന്നു, ഇപ്പം ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല സർ, അപ്പോൾ എനിക്ക് പുറത്ത് പോകാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. എന്നാലും ഇത്രയും സൽപ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്ക് ശ്രീധുവിന് വേണ്ടി മാറി കൊടുത്തു ചോദിച്ചപ്പോഴേക്കും പിന്നെ ജിൻഡോ സൈലന്റ് ആയി. അപ്പോൾ ശ്രീധു അവിടുന്ന് തിരിച്ച് ജിൻഡോട് ചോദിക്കുന്നു, അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പുറത്ത് പോകുന്നത് എന്ന് ശ്രീധു തിരിച്ച് ചോദിച്ചു. ലാസ്റ്റ് ലാലേട്ടൻ തന്നെ പറഞ്ഞു, ശ്രീധു യു ആർ സേഫ് എന്ന് പറഞ്ഞു. ജിൻഡോടും ഇരിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളവരും ജാൻമണി ബാക്കി ആൾക്കാരുണ്ടായിരുന്നു, അവരോടും ഇരിക്കാൻ പറഞ്ഞു. ശരണ്യ ഉണ്ടായിരുന്നു, അവരോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ നാളെ ഡബിൾ എവിക്ഷൻ ആയിരിക്കാം. അപ്പോൾ അത് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് കഴിഞ്ഞു, ലാലേട്ടൻ പോയി. അതിനുശേഷം കാണിച്ചത് എന്താ വെച്ചാൽ, നോറ ലിവിംഗ് റൂമിൽ നിൽക്കുന്നു, ജാൻമണി നോറയുടെ അടുത്തൂടെ പോകുന്നു, ഒരു തുപ്പിട്ട് പോകുന്നു. ഇത് നോറ ഇഷ്യൂ ആക്കുന്നു. ജാസ്മിൻ പോയിട്ട് ജാൻമണിയോട് ചോദിക്കുന്നു, ജാൻമണി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നോറേനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നോറേനെ നിങ്ങൾ കണ്ടോ കണ്ടില്ലയോ എന്നല്ല ഇവിടുത്തെ വിഷയം, നോറേനെ തുപ്പിയോ അല്ലെങ്കിൽ അതുവഴി പോയപ്പോൾ തുപ്പിയോ. ജാൻമണി അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. പക്ഷെ അങ്ങനെ ടെററായൊന്നുമില്ല, ആസ് യൂഷ്വൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയി. പക്ഷെ നാളെ ജാസ്മിനോടും ഗബ്രിയോടും ജാൻമണിയോടും എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ഒരു എപ്പിസോഡാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം കഴിഞ്ഞ ഒരാഴ്ച പല സംഭവ വികാസങ്ങളും ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ട്. ജാസ്മിൻ ഗബ്രിയോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. ഗബ്രി ജാസ്മിനെ വല്ലാണ്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ നാളത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട്, അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ വൈകിട്ട് വീണ്ടും കാണാം. Good night.